IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ? IVF ട്രീറ്റ്മെൻറ്റിൽ അവർക്ക് സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിനെക്കാട്ടിലും ഒരു 3 ഇരട്ടി സ്ട്രെസ്സോട് കൂടിയാണ് ആ കപ്പിൾ ആ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ കാണുന്ന പല പേഷ്യൻസിനടുത്തും അവർ ഓപ്പണായിട്ട് പറയാം, ഡോക്ടറെ ദിസ് ലാസ്റ്റ് അറ്റംപ്റ്റ്, നമ്മളിത് കിട്ടിയില്ലെങ്കിൽ പോസിറ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് വി ഹാവ് എ വെരി പ്രോബ്ലം. ആ രീതിയിൽ പറയുന്ന ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് IVF ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ടു ഹാവ് ഇമോഷണൽ പ്രോബ്ലംസ്. അതിനകത്ത് നമുക്ക് ആങ്സൈറ്റി കാണും, അതിനകത്ത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കാണും. പക്ഷേ അതെല്ലാം ക്വയറ്റ് നാച്ചുറൽ ആണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വെരി ഓപ്പൺലി നമ്മൾ പാർട്ട്ണറായിട്ട് നിങ്ങൾ സംസാരിക്കണം. ബിക്കോസ് ഹസ്ബൻഡും വൈഫും ദേ ഷുഡ് ഓപ്പൺലി ഡിസ്കസ്. ആൻഡ് ഇന്ന വറീസ്, പേടികൾ, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. എൻ്റെ അടുത്ത് പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ഈ സ്കാനിങ്ങിൽ ഞങ്ങൾ കംഫർട്ടബിൾ അല്ല, ഡോക്ടർ ഓപ്പണായിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഇഷ്ടംപോലെ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ യു ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വെരി ഓപ്പൺലി വിത്ത് ദ ഡോക്ടർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റിനകത്ത് യോഗ, മെഡിറ്റേഷൻ, പ്രയർ ഇതൊക്കെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നല്ല ആഡിക്വേറ്റ് സ്ലീപ്പ് വേണം, നല്ല ബാലൻസ് ഡയറ്റ് വേണം, ലൈറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് എക്സസൈസുകൾ കാര്യങ്ങൾ ചെയ്യുന്ന ബെനിഫിഷ്യലാണ്. ഇതെല്ലാം സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ IVF പ്രൊസീജിയറിനെ പറ്റി അടുത്ത ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ആ പ്രൊസീജിയറിനെ പറ്റിയാണ്. യു ഷുഡ് നോ അബൌട്ട് ദ പ്രൊസീജിയർ. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം, കൗൺസിലിംഗ് സെഷൻസ് ചോദിക്കണം, എല്ലാ ഡൗട്ടുകളും ഡോക്ടറിനെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം. പ്രൊസീജിയറിനെ പറ്റി കറക്റ്റായിട്ട് അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യം, ബഡ്ജറ്റുകൾ കറക്റ്റായിട്ട് ഫൈനാൻസ് മാനേജ് ചെയ്യണം. ഒരു ബഡ്ജറ്റ് കാര്യങ്ങൾ വേണം. ബിക്കോസ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഇനി കൂടുതൽ റേറ്റ് ആവും, എക്സ്പെൻസീവ് ആവും, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അഡീഷണൽ സ്ട്രെസ് നിങ്ങൾ വരുത്തി വെക്കരുത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡോക്ടറായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങളും പോസിറ്റിവിറ്റി ഡ്യൂറിങ് the whole pregnancy period very important. So always maintain positivity, visualize positivity, positive results, and ഈ വരുന്ന കാര്യങ്ങൾ ആ ഒരു പോസിറ്റീവ് എനർജി ഞാൻ കണ്ടിട്ടുള്ള ഇഷ്ടംപോലെ പേഷ്യൻസ് who are very positive during the IVF treatment, they have a positive outcome. So it is all connected and it is important. സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതും അത് ഓവർകം ചെയ്യുക എന്നുള്ളതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്.